എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ശ്രീജൻ അല്ലേ? ശ്രീജുൻ ഓക്കെ. ശ്രീതു ആൻഡ് അർജുൻ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രേക്ഷകരെ ഞെട്ടിച്ചോണ്ടിരിക്കും. ആദ്യം ഇവരുടെ ഒരു ക്രിസ്ത്യൻ അറ്ററിലെ ഒരു വെഡിങ് ഷൂട്ട്, ഒരു ഫോട്ടോഷൂട്ട് പ്രീ വെഡിങ് ഷൂട്ട് പോലെ അതിങ്ങോട്ടേക്ക് അയ്യോ സോറി അതെ, ഒരു പ്രീ വെഡിങ് ഷൂട്ട് എടുത്തപ്പോ ഓക്കെ, ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾസിലൊക്കെ വന്നിരുന്നു നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണ്, വിവാഹിതരാകാൻ പോവാണെന്നൊക്കെ പറഞ്ഞ്. സെക്കൻഡ് ഈ ഒരു പോസ്റ്ററിന്റെ ഇതൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഒഫീഷ്യലി നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന രീതിയിലൊക്കെ. അപ്പൊ ഇങ്ങനത്തെ റൂമേഴ്സ് ഒക്കെ കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ശരിക്കും കെട്ടിയാ കൊള്ളാന്ന് തോന്നുന്നുണ്ടോ? റൂമേഴ്സ് പലതും നമുക്ക് കേൾക്കാലോ. ഇത് അതിപ്പോ മാർക്കറ്റിംഗ് ആണ്. ചിലവരത് വിറ്റ് ഏൺ ചെയ്യുന്നു, ലൈക്ക് ഓരോ എന്തെങ്കിലും ഒരു ഗ്ലിംപ്സ് കാണുമ്പോൾ അത് ചെയ്യുന്നത് എല്ലാം മാർക്കറ്റിംഗ് ആണ്. അപ്പൊ അതിനൊരു പോസിറ്റീവ് എടുക്കുന്നു, അത്രേ ഉള്ളൂ. റൂമേഴ്സ് കേട്ട് കേട്ട് പളകി വരെ അപ്പൊ അങ്ങനെ വിട്ടു. ഇതന്നെ അത് നിങ്ങൾക്ക് അറിയാൻ വിട്ടു. ഇവര് പ്രൊഫഷണൽ ആണ്, ഇവര് ആ ഒരു രീതിയിൽ അത് എടുക്കുന്നുള്ളൂ, മനസ്സിലായി? അവരവരുടെ ലൈഫിലേക്ക് അത് എടുക്കുന്നില്ല. അവരതൊരു ആ ഒരു മൊമെന്റ് അവരിങ്ങനെ മീൻസ് ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു, അത് പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ പ്രേക്ഷകർക്ക് നിങ്ങൾ എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഒരുമിച്ച് കാണാനും നിങ്ങളെ ചെയ്യുന്ന വർക്ക്സ് ഒക്കെ. പിന്നെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ബിഗ് ബോസിന് ശേഷം ഒന്നെങ്കിൽ അർജുന്റെ ഫീഡ് എടുത്ത് നോക്കുമ്പോൾ ഒന്നെങ്കിൽ അർജുന്റെ സിംഗിൾ പിക്ക്, അല്ലെങ്കിൽ വിത്ത് ഷർണിയോടൊപ്പം, അല്ല സോറി ശ്രീധുവിന്റെ ഒപ്പമുള്ള ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിക്കൽ വീഡിയോന്റെ പോസ്റ്റ്, അതുപോലെ തന്നെയാണ് ശ്രീധുവിന്റെ അക്കൗണ്ടിലും ഞാൻ എടുത്തു നോക്കിയപ്പോ കാണുന്നത്. ഒന്നെങ്കിൽ അർജുന്റെ ഒപ്പമുള്ള കമ്പൈൻ ആയിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ, അല്ലെങ്കിൽ സിംഗിൾ പിക്ക്. അത് നിങ്ങൾ നോട്ടീസ് ചെയ്തിരുന്നു? അത്ര ആൾക്ക് സ്റ്റോക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ ഇത് കുറെ സീസൺ സ്റ്റോക്ക് ചെയ്തപ്പോ കണ്ടുപിടിച്ചതാണ്. ബിഗ് ബോസിന്റെ കഴിഞ്ഞ സീസണിൽ, അതായത് അവസാന സീസണിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോംബോ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ പലരും പറയാനിടയുള്ള ഒരു കോംബോയാണ് അർജുൻ ശ്രീതു. ബിഗ് ബോസ് തുടങ്ങിയ നാൾ മുതൽ പലരുടെയും കോംബോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും ആദ്യത്തെ സീസൺ കഴിഞ്ഞ് അതൊന്നും അത്ര സീരിയസ് ആയി പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നില്ല. പേളി മാണി ശ്രീനിഷ് അരവിന്ദ് കോംബോയ്ക്ക് ശേഷം മറ്റൊരു അത്രയും കടുത്തൊരു പ്രണയകഥ ബിഗ് ബോസിൽ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. പറയാതെ പറഞ്ഞ പല പ്രണയങ്ങളുമുണ്ട്, ബിഗ് ബോസിന് ശേഷം പറഞ്ഞ പ്രണയങ്ങളുമുണ്ട്. തകർന്നു പോയ പ്രണയകഥകളും ബിഗ് ബോസ് മലയാളം ഈ സീസണുകളിൽ ഒക്കെ പറയാനുണ്ടാകും. എന്നാൽ ഇത്തവണ ഗബ്രി ജാസ്മിൻ കോംബോയാണ് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ഹിറ്റായി മാറിയ കോംബോ. എന്നാൽ ആ സൈഡിൽ കൂടി മറ്റൊരു കോംബോയും കൂടി കയറി വരുന്നുണ്ടായിരുന്നു. അതാണ് ശ്രീതു അർജുൻ കോംബോ. രസകരമായ നോട്ടങ്ങളും പ്രണയ നിമിഷങ്ങളും സമ്മാനിച്ചുകൊണ്ടാണ് ശ്രീതു അർജുൻ കോംബോ ഹിറ്റായി മാറിയത്. ബിഗ് ബോസിനുള്ളിൽ വെച്ച് ഇവരുടെ പ്രണയ നിമിഷങ്ങളൊക്കെ പ്രേക്ഷകർ അത്യാഹ്ലാദത്തോടെയാണ് വരവേറ്റിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗബ്രി ജാസ്മിൻ കോംബോ ഒരു വൈറൽ പ്രണയകഥ പോലെയായിരുന്നു. അവരുടെ പ്രണയമാണോ, ഫ്രണ്ട്ഷിപ്പാണോ, സഹോദര ബന്ധമാണോ എന്നാണെന്നറിയാത്തൊരു സംഭവം തന്നെയായിരുന്നു അവരുടേത്. എന്നാൽ പരസ്പരം പ്രണയം പറയാതെ കണ്ണുകളിലൂടെ പ്രണയിച്ച ഒരു കോംബോയാണ് ശ്രീതുവും അർജുനും. എന്നാൽ ഇവരുടെ വീട്ടുകാരൊക്കെ എത്തിയപ്പോൾ ആ കോംബോ തകർന്നടിഞ്ഞു എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഗബ്രിയും ജാസ്മിനും ഒരു കോംബോയായി, അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തുക്കളെ പോലെയോ ഒരു കപ്പിളിനെ പോലെയോ ഒക്കെ മുന്നോട്ട് പോയപ്പോൾ ഷൂട്ടിംഗ് തിരക്കുകളും ഫോട്ടോ ഷൂട്ടുകളും ഒക്കെയായി സജീവമാവുകയായിരുന്നു ശ്രീതുവും അർജുനും. ഓക്കെ, ആൻഡ് ഇപ്പൊ എന്തായാലും അർജുനോട് ചോദിച്ചു എങ്ങനെയാവണം പ്രിയതമ. അപ്പൊ അർജുൻ പറഞ്ഞു എനിക്ക് അങ്ങനെ സങ്കല്പേ ഇല്ല, എന്റെ ആ കാലഘട്ടമേ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രീതുവിന്റെ മനസ്സിലത്തെ സങ്കല്പം എങ്ങനെയാണ്, പ്രിയതമൻ എങ്ങനെയാവണം? ഇനി ഈ ആൻസർ തന്നെ പറയല്ലോ എന്തെങ്കിലും. അല്ലല്ല, അങ്ങനെയല്ല. ഇപ്പൊ എനിക്ക് അറിയുന്നില്ല എങ്ങനെ ഉണ്ടാവണം, അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. വരുമ്പോ അപ്പൊ നോക്കാം. എന്നാൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി, എക്സ്പെക്ടേഷൻസ് വേണ്ട. സങ്കടം എക്സ്പെക്ടേഷൻ എന്തിനാ വെറുതെ വെക്കുന്നതെന്നാണ്. എന്നമോ ഞാൻ എക്സ്പെക്ട് ആയി ഹേർട്ടാണ് സോ അത് കണ്ട് നോ സങ്കല്പം. നമ്മുടെ മലയാളത്തിൽ എക്കാലത്തെയും പ്രണയ ജോഡികൾ നസീർ സാറും ഷീലാമയും കൂടെ ആക്ട് ചെയ്ത് പണ്ടത്തെ ഒരു മൂവിയുണ്ട് പ്രിയതമ എന്ന് പറഞ്ഞ. അത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മൂവിയും കാര്യങ്ങളൊക്കെ. അതിന്റെ എന്തെങ്കിലും റെഫറൻസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കേട്ടോ, ഇപ്പൊ അറിഞ്ഞതാണോ അങ്ങനെ ഒരു മൂവി ഉണ്ടെന്ന്? ഇരുവരും വിവാഹിതരാകുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അല്ലെ? കാരണം ഇവരെങ്ങനെയാണ് ഇനി വിവാഹം കഴിക്കുമോ? ഇവരുടെ വിവാഹത്തിന്റെ ഒരു ആഡ് ഷൂട്ട് പുറത്തു വന്നിരുന്നു. അത് മാത്രമല്ല നിരവധി ഫോട്ടോഷൂട്ടുകളും വന്നിരുന്നു. ആ സമയത്തൊക്കെ എല്ലാവരും ചോദിച്ചത് ഇരുവരും ഇത് ഇവരുടെ സേവ് ദ ഡേറ്റ് ആണോ, അല്ലെങ്കിൽ പ്രണയ നിമിഷങ്ങളാണോ, വിവാഹത്തിന്റെ ഒരു ആൽബത്തിന്റെ ഒരു
റിലീസ് വന്നപ്പോൾ ആ സമയത്തും എല്ലാവരും ചോദിച്ചു, അയ്യോ അർജുനും ശ്രീതും വിവാഹം കഴിക്കുകയാണോ, അതും ശരണ്യ ആനന്ദാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചു നിന്നത്. ഇവരുടെ ഇന്റർവ്യൂസ് ഒക്കെ വളരെ വേഗത്തിലാണ് വൈറലാകുന്നത്. ഇരുവരും ഒന്നാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് ഇപ്പോൾ ശ്രീതുവും അർജുനും. എന്താണ് തങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പാർട്ട്ണറിൽ കാണുന്നത് ക്വാളിറ്റീസ് എന്നൊക്കെ ഇരുവരും സംസാരിക്കുന്നുണ്ട്. ഒരു പ്രിയതമ എന്നൊരു മൊമെന്റിൽ ഇങ്ങനെ ലൈക്ക് കല്യാണം കഴിക്കുന്ന ഒരു സീക്വൻസ് എടുത്തു. അത് നിങ്ങൾ എന്നായിരുന്നു എസ് പറഞ്ഞു എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ കാര്യം, ചേച്ചി പറഞ്ഞു. ഓക്കെ, അപ്പൊ ആ ഒരു മൊമെന്റ് എടുത്തപ്പോ ഓ ഇത് നല്ലൊരു ഒന്ന് കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ, നോട്ട് ലൈക്ക് ശ്രീധുനല്ലോ ഇനി അത് പറയരുത്, ഇത് കൊള്ളാം അപ്പൊ ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ചിന്ത മനസ്സിൽ വന്നു ആ പ്രസന്റ് മൊമെന്റിൽ? എത്രാമത്തെ കിട്ടാ അല്ലടാ ആക്ടിങ് ഇല്ല, എനിക്ക് അങ്ങനെ തോട്ടൊന്നും വന്നിട്ടില്ല. ഓക്കെ, അത് എത്ര ടേക്ക് എടുത്തു ഇവര് ആ ഒരു ചെയിൻ കെട്ടുന്ന അത് സീക്വൻസ് ഷൂട്ട് ചെയ്യാനായിട്ട്? ശരണ്യാണ് കെട്ടിയത്, ഞാനല്ല കെട്ടിയത്. ഞാൻ ഇങ്ങനെ വെച്ചല്ലോ. അല്ല കെട്ടിയിട്ടില്ല, നമ്മള് കെട്ടുന്ന സീക്വൻസ് ചെയ്തിട്ടില്ല. ഓക്കെ, കാരണം നമ്മൾ കംഫോർട്ട് സോണിലാണ് പോയത്. അപ്പൊ കല്യാണം ഇങ്ങനെ വന്നതേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാനാണ് കെട്ടിയത്. ഇല്ല, അങ്ങനത്തെ സീനൊന്നുമില്ല, ജസ്റ്റ് ആക്ടിങ് പോലെ സംഭവങ്ങളാണ്. ഇപ്പം നമ്മള് പ്രൊഫഷണൽ രീതിയിൽ ചെയ്യേണ്ട എങ്ങനെയാണോ അവരങ്ങനെയാ ചെയ്തിരിക്കുന്നത്. സോ അവര് ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്, അങ്ങനെയാണ് ചെയ്തത്.